ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ വേദ തൻ്റെ അച്ഛനെയും ഏട്ടനെയും വെല്ലുവിളിക്കുന്നു. തൻ്റെ ഏട്ടനും അച്ഛനും വേദയെയും വെല്ലുവിളിക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമ്മുടെ വിക്രത്തിന് വേണ്ടി വഴിയിൽ വെച്ച് അവർ വഴക്കു കൂടുകയാണ്. പക്ഷേ അച്ഛൻ്റെയും ഏട്ടൻ്റെയും വാശിക്ക് മുന്നിൽ താൻ തോറ്റുകൊടുക്കില്ലെന്നും വേദ വിക്രത്തിനെയും കൊണ്ടേ പുറത്തു വരികയുള്ളൂ എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നമ്മുടെ വേദയോട് നീ വിശ്വസിക്കുന്ന ഈശ്വരന്മാരോട് അവനെ പുറത്തിറക്കി പറയാൻ പറഞ്ഞ് കളിയാക്കി അച്ഛൻ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദ അത് പറയും എന്നുള്ളൊരിതിൽ തന്നെ ഇങ്ങനെ ആ ഒരു ഇത് സാധിക്കും എന്നുള്ളൊരു രീതിയിൽ തന്നെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ഇവരങ്ങ് പോയി, അച്ഛനും ഏട്ടനും അങ്ങ് പോയി. വണ്ടിയിൽ കയറി കഴിഞ്ഞിട്ടാണെങ്കിലും അയാളും അതുപോലെ ശ്രീകാന്തും കൂടി അവിടെ ഇരുന്ന് ഇങ്ങനെ വേദയുടെയും അതുപോലെ തന്നെ വിക്രത്തിൻ്റെയും കാര്യം ഇങ്ങനെ പറയുവാണ്. ഇവൾ എന്താ അച്ഛാ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ, ഇത്രയും ദിവസം കൊണ്ട് പഠിക്കാത്തത് ഇനി അവൾ പഠിച്ചോളും എന്ന് അച്ഛൻ അന്നേരം മകനോട് പറയുക. പക്ഷെ വേദ അവിടുന്ന് ഒരു പോക്കങ്ങ് പോകുന്നത് തൻ്റെ വിക്രത്തെ രക്ഷിച്ചെടുക്കാനുള്ള വഴി തേടിയായിരുന്നു. അത് ഇവർക്കറിയില്ലല്ലോ. അപ്പോൾ അവളെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നാണ് അച്ഛൻ മകനോട് പറഞ്ഞത്. നീ ധൈര്യമായിട്ട് വണ്ടി എടുക്കുക എന്നും അച്ഛൻ മോനോട് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കേസും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കാൻ വേണ്ടി ഇവർ പോവുകയാണ്. അതും കോടതിയിലേക്ക് തന്നെയാണ് പോണത്. ഇന്നാണ് വിക്രത്തിനെ അവിടെ കോടതിയിൽ ഹാജരാക്കുന്നതും അതുപോലെ തന്നെ ജയിലിൽ അടയ്ക്കണം എന്നുള്ളൊരിതൊക്കെ വരുന്നതും. അങ്ങനെ ആ ഒരു തീരുമാനവും കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ട് ഇവർ പോകുമ്പോൾ നമ്മുടെ വേദ നേരെ പോകുന്ന ഒരു വക്കീലിനെ കാണാനാണ്. അവിടെ ചെന്ന് വക്കീലിനെ കണ്ട് വക്കീലുമായി സംസാരിച്ചിട്ട് വേദയ്ക്ക് വേണ്ടി ഹാജരാകണം, അല്ലെങ്കിൽ വിക്രത്തിന് വേണ്ടി ഹാജരാകണം എന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷെ ആദ്യമൊന്നും അദ്ദേഹം അതിന് അനുകൂലിച്ചില്ല. കാരണം ജഡ്ജിക്കെതിരായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് അത് അതിനേക്കാളും വലിയൊരു പ്രശ്നമാകുമെന്ന് അദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ട് അദ്ദേഹം ആദ്യം അതിന് കൂട്ടാക്കിയില്ല. പക്ഷെ വേദ അദ്ദേഹത്തിൻ്റെ മകളാണ്. അപ്പോൾ വേദ പറയുമ്പോൾ അദ്ദേഹത്തിന് അത് തള്ളിക്കളയാനും പറ്റില്ല. അങ്ങനെ ചെകുത്താനും കടലിലും നടുവിലായി എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. അപ്പോഴേക്കും നമ്മുടെ വേദ അദ്ദേഹത്തിൻ്റെ കാല് പിടിക്കുന്നത് പോലെ സംസാരിച്ചു. പിന്നെ കാര്യകാരണങ്ങളെല്ലാം അദ്ദേഹത്തിന് മുന്നിൽ വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പകുതി മനസ്സ് വെച്ചു. തന്നെ കൊണ്ട് സാധിക്കുമെന്ന് അറിയില്ല, എങ്കിലും താൻ ചെയ്യാമെന്നുള്ള ഇതിൽ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ കോടതിയും പരിസരവും കാര്യങ്ങളും ഒക്കെയാണ്. കോടതിയിലേക്ക് ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ കേസുകൾ വിളിക്കുന്നു, ഓരോ ഇതൊക്കെ. അത് കഴിഞ്ഞപ്പോൾ അതേ പോലീസുകാർ നമ്മുടെ വിക്രത്തിനെ അവിടുന്ന് കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കുകയാണ്. വിക്രം അകത്തേക്ക് കയറി വരുന്നു. ജഡ്ജിയായിട്ട് നമ്മുടെ സാർ അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ വിക്രാഗത്തേക്ക് കയറി ചെന്ന് ഇങ്ങനെ ആ ഒരു കൂടുണ്ടല്ലോ, ആ കൂട്ടിൽ ഇങ്ങനെ കൈകൂപ്പി ഇങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് ഇയാൾ ചോദിച്ചു, പ്രതിക്ക് വേണ്ടിയിട്ട് വക്കീൽമാരാരും ഹാജരായിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഒരു വക്കീലകത്തേക്ക് കയറി വന്നു. അദ്ദേഹം കയറി വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരനൊന്ന് ഞെട്ടി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളോ. അപ്പോൾ അതും അത്യാവശ്യം നല്ലൊരു വക്കീലായിരുന്നു. അദ്ദേഹമാണ് കയറി വന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരനൊന്ന് ഞെട്ടി. തൊട്ട് പുറകെ നമ്മുടെ വേദ കയറി വരുന്നു. വേദ കയറി വന്നത് കണ്ടപ്പോഴത്തേക്കും ഇരട്ടി ഞെട്ടി എന്ന് പറയുമല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇച്ചിരി കൂടുതൽ ഞെട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അകത്തേക്ക് കയറി വന്നു. വിക്രത്തിന് വേണ്ടി ഹാജരായിരിക്കുന്ന വക്കീലായിട്ട് അദ്ദേഹം അവിടെ അവതരിപ്പിക്കുകയും ചെയ്തു കാര്യങ്ങൾ. അതിനുശേഷം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പം അനിയത്തി വന്ന്, ഏട്ടൻ തൊട്ടപ്പുറം ഇരിപ്പുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറയാണ് വന്ന് അനിയത്തി ഇരിക്കുന്നത്. അനിയത്തി ഏട്ടനെ നോക്കിയപ്പോഴേക്കും ഏട്ടൻ ശ്രീകാന്ത് ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. വേദയെ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടി എന്നുള്ളൊരു രീതിയിൽ. വേദയാണെങ്കിലും സർവ്വ ദൈവങ്ങളെയും വിളിച്ച് അവിടെ അങ്ങനെ ഇരിക്കുക. പിന്നെ വേദയാണ് ഈ വക്കീലിനെ കൊണ്ടുവന്നതെന്നുള്ളത് വിക്രം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വിക്രം ഒന്ന് ഞെട്ടി. ഇവളെന്തിനാ ഈ പണിക്കൊക്കെ നിൽക്കുന്നതെന്ന് ഇങ്ങനെ ആലോചിക്കുക. അങ്ങനെ വേദയുടെ ആ ഒരു പ്രവൃത്തി കണ്ട് നമ്മുടെ വിക്രവും അന്തം വിട്ടിങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ഏതായാലും നമ്മുടെ വക്കീൽ വന്ന് കോടതി നല്ല പൊളിച്ചടുക്കി തന്നെ വിക്രത്തിന് വേണ്ടി സംസാരിച്ചു. വിക്രം ചെയ്ത തെറ്റിനെ പറ്റിയും അതുപോലെ തന്നെ വിക്രം ചെയ്യാത്ത കാര്യങ്ങൾ വരുത്തി തീർത്തതിനെ പറ്റിയും എല്ലാ കാര്യങ്ങളും ഈ വക്കീൽ 1 by 1 ആയിട്ട് അങ്ങ് തെളിവുകൾ സഹിതം അങ്ങ് പറഞ്ഞങ്ങ് കൊടുത്തില്ലേ. അപ്പോഴേക്കും നമ്മുടെ ജഡ്ജി സാറിന് ഒന്നും മിണ്ടാനില്ല. അതെല്ലാം മൂളി ഇരിക്കാനേ പറ്റുന്നുള്ളൂ. ആ സമയത്ത് ഒരു തെറ്റും ചെയ്യാത്ത തൻ്റെ കക്ഷിയെ നിരുപാധികം വിട്ടയക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഈ വക്കീൽ ഇങ്ങനെ പറയുകയും ചെയ്തു. പ്രതിഭാഗത്ത് നിന്ന് സംസാരിക്കാനോ ഇതിനായിട്ടൊന്നും വലിയ കാര്യമായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അതെല്ലാം ജഡ്ജി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇടപാടായതുകൊണ്ട് വിക്രത്തിന് വേണ്ടി ആരും വരില്ലെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. ഏതായാലും മകള് തന്നെ ഈ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് വരുമെന്ന് ഒരിക്കലും അദ്ദേഹം പ്രതീക്ഷിച്ചില്ല. അങ്ങനെ നമ്മുടെ വേദ നല്ല പുഷ്പം പോലെ വിക്രത്തിനെ കോടതിയിൽ നിന്നും ഇറക്കിക്കൊണ്ട് പോകും. അപ്പോൾ തൻ്റെ അമ്മ, അതായത് കമലയ്ക്ക് വാക്ക് കൊടുത്ത ആ ഒരു വാക്ക് നമ്മുടെ മകൾ ഇവിടെ പാലിക്കുക കേട്ടോ. ഏതായാലും വിക്രത്തിന് യാതൊരു പ്രശ്നങ്ങളും കൂടാതെ ഒരു പോറൽ പോലും ഏൽക്കാതെ സ്വന്തം അച്ഛനോട് പൊരുതി നേടി വിക്രവുമായിട്ട് പോരുവാണ് നമ്മുടെ വേദ. അതും കേസൊക്കെ പിൻവലിച്ചു, അല്ലെങ്കിൽ കേസ് തള്ളിപ്പോയെന്നുള്ള രീതിയിൽ അവിടുന്ന് ജഡ്ജിക്ക് പറയേണ്ടിയും വന്നു. അപ്പം അങ്ങനെ ആ ഒരു ജാമ്യത്തിൻ്റെ ആ ഒരു ഇതിലൊക്കെ പറഞ്ഞു വിടുവാണ്. അങ്ങനെ നമ്മുടെ വിക്രം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ
ശ്രീകാന്ത് ആണെങ്കിൽ ഇവരുടെ അടുത്തേക്ക് വന്നു. ഇവിടെ കൊണ്ടൊന്നും അവസാനിച്ചെന്ന് നീ കരുതണ്ടെന്നും പറഞ്ഞുകൊണ്ട് അനിയത്തിയോട് ഇങ്ങനെ പറയാം. അത് തന്നെ ഏട്ടാ എനിക്കും പറയാനുള്ളത്. ഇതുകൊണ്ടൊന്നും അവസാനിച്ചു ഏട്ടനും കരുതണ്ട. തെറ്റ് ചെയ്യാത്തവരെ ശിക്ഷിക്കാൻ ഒരു നിയമവും പറഞ്ഞിട്ടില്ല, ഒരു നിയമവും അതിന് അനുകൂലിക്കുകയും ഇല്ലെന്നും പറഞ്ഞു വേദ ഏട്ടനും നല്ല മറുപടി അങ്ങ് കൊടുത്തു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ വിക്രത്തിനെ നിർത്തി നമ്മുടെ ഈ നിൽക്കുന്ന വിക്രം വേദയുടെ ഭർത്താവാണെങ്കിൽ ഒരു പോറലു പോലും ഏൽക്കാതെ ഇയാളെ സംരക്ഷിക്കാൻ ഈ വേദയ്ക്ക് അറിയാമെന്ന് പറഞ്ഞു. എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷന് ഒരു പോറലു പോലും സംഭവിച്ചാൽ പിന്നെ വേദ ആരാണെന്ന് ഏട്ടനും അച്ഛനും ഒക്കെ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വേദ ഇവരെ നിന്ന് വെല്ലുവിളിക്കുന്നൊക്കെ വിക്രം കണ്ണും മിഴിച്ച് ഇങ്ങനെ നോക്കി നിൽക്കും അന്തം വിട്ട്. അതും കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞുകൊണ്ട് വേദ വിക്രത്തിൻ്റെ കയ്യെ പിടിച്ച് വലിച്ചിങ്ങനെ കൊണ്ടുപോകും. അവിടെ തൊട്ട് തുടങ്ങി മക്കളെ നല്ല സൂപ്പർ ഹിറ്റ് ട്വിസ്റ്റ്. അങ്ങനത്തെ വണ്ടിയിൽ കൊണ്ടുവന്ന് അങ്ങ് കയറ്റി ഇരുത്തി വിക്രത്തിനെ വണ്ടി എടുക്കാൻ പറഞ്ഞു. വേദയും ഇവരുടെ മുന്നിലൂടെ വിക്രത്തിൻ്റെ പിന്നിൽ കയറി കെട്ടിപ്പിടിച്ചിരുന്ന് ഇങ്ങനെ പോകുക. വിക്രമാണെങ്കിൽ സ്വിച്ച് ഇട്ടാൽ കത്തുന്നൊരു ഇതുപോലെ ഇങ്ങനെ വേദയുടെ പാവയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കാരണം വേദ അതുമാതിരി ഷോയും അതുപോലത്തെ പ്രകടനങ്ങളൊക്കെയാണ് കോടതിയിൽ കാഴ്ചവെച്ചത്. വേദയുടെ ഓരോ പ്രവൃത്തിയും അത്ഭുതകരമായിട്ട് നോക്കി നിന്ന് നമ്മുടെ വിക്രത്തിന് പ്രതികരിച്ചൊന്നും പറയാനായിട്ട് പറ്റുന്നില്ല. വിക്രം ഒന്നും പറയുന്നുമില്ല കേട്ടോ. അങ്ങനെ അവരങ്ങ് പോവുക. അവർ നല്ല സൂപ്പറായിട്ട് വണ്ടിയിൽ അങ്ങ് പോയി. അപ്പോൾ വിക്രത്തിൻ്റെ പിറകിൽ ഇരുന്ന് വേദ ഇന്നാണ് ആസ്വദിച്ച് യാത്ര ചെയ്യുന്നത്, അതും 2 വീലറിൽ. അങ്ങനെ നമ്മുടെ വേദയ്ക്കാണെങ്കിൽ വിക്രത്തിനോടുള്ള ഇഷ്ടമൊക്കെ എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ പൊട്ടി മുളച്ചിങ്ങനെ വരുന്നു. ഇങ്ങനെ വിക്രത്തിനെ നോക്കുന്നു. അതിനുശേഷം ഇടയ്ക്ക് പോകുമ്പോൾ ഇച്ചിരി കട്ടറിൽ ചാടുമ്പോൾ ഒരു കൂട്ടിമുട്ടൽ, ഒരു ഇടി, ഒരു കെട്ടിപ്പിടുത്തം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഒരു കുഞ്ഞ് റൊമാൻറ്റിക് സീൻ. ആ റൊമാൻറ്റിക്കിലൂടെ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പോവുകയാണ്. അപ്പോഴും വിക്രത്തിൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല. അപ്പോഴൊരു അന്താളിപ്പ് മാത്രമാണ് വിക്രത്തിൻ്റെ മനസ്സിലുള്ളത്. വിക്രമാണെങ്കിൽ വണ്ടി ഓടിച്ച് നേരെ വീട്ടിൽ കൊണ്ടുചെന്നു. അവിടെ ചെന്ന് വണ്ടി നിർത്തിയപ്പോഴത്തേക്കും ശബ്ദം കേട്ട് എല്ലാവരും ഇറങ്ങി വന്നു. കമലയ്ക്കാണെങ്കിൽ മകനെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. അതുപോലെ നന്ദിനിയാണെങ്കിൽ അന്തം വിട്ടിങ്ങനെ നോക്കുക. ദൈവം ഇവള് ചില്ലറക്കാരിയല്ലല്ലോ, പാമ്പനെയാണല്ലോ ഞാൻ ചവിട്ടിയത്, ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും നമ്മുടെ വേദയാണെങ്കിൽ കമലയോട് വന്നിട്ട് പറഞ്ഞു, അമ്മേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പോറലും ഏൽക്കാതെ അമ്മയുടെ മകനെ ഞാൻ അമ്മയുടെ മുന്നിൽ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഇവർ വീടിനകത്തേക്ക് കയറി പോവുക. അപ്പോൾ അച്ഛനാണെങ്കിലും ഇങ്ങനെ ആകെ ഒരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു. കാരണം വേദയോടൊന്നും പറയാൻ അദ്ദേഹത്തിനില്ല. വിഷമമാണ്, സങ്കടമാണ്. ആ കൊച്ചിൻ്റെ ജീവിതം നശിച്ചു പോയല്ലോ എന്നുള്ളോർത്തൊരു സങ്കടം. അദ്ദേഹം ഇങ്ങനെ മൗനം പാലിച്ചിങ്ങനെ നിൽക്കുക. ഈ സമയത്ത് അച്ഛനോട് നമ്മുടെ വേദ ചെന്ന് നിന്നിങ്ങനെ സംസാരിച്ചു. എന്തായാലും മാന്യതയോടും മര്യാദയോടും കൂടി സംസാരിച്ച് അവരെല്ലാം സെറ്റായിട്ട് അകത്തേക്ക് കയറിപ്പോയി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വിക്രം കുറച്ചൊന്ന് ഒതുങ്ങി കേട്ടോ. നേരത്തെ അത്രയും ദേഷ്യപ്പെടലോ വഴക്കുണ്ടാക്കലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കുറച്ചൊന്നും ഒതുങ്ങി കുറച്ചൊന്നും മര്യാദയായ രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ എന്താകുമെന്നുള്ളത് അറിയില്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ വിക്രം ഇല്ലാത്ത സമയത്ത് വിക്രത്തിൻ്റെ ആ ഒരു താവളം ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ചുമ്മാ അങ്ങോട്ടേക്ക് പോവുക. അപ്പോൾ വിക്രം അവിടെ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പതുക്കെ അതിലൊക്കെ നടന്നൊക്കെ പോയി വിക്രത്തിൻ്റെ താവളത്തിൽ കയറി. അവിടെ ചെന്നപ്പോൾ എല്ലാം ഇങ്ങനെ അലങ്കോലമാക്കിയിട്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി പറക്കി വെച്ചേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് വേദ എന്ത് ചെയ്തു, ഇതെല്ലാം ഒന്ന് തൂത്ത് തുടച്ചൊക്കെ വെക്കാൻ വേണ്ടി അകത്ത് കയറി അവിടെ ഇവിടെയൊക്കെ ഒന്ന് ആരിപ്പറക്കിയൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ട്രോഫികളും അതുപോലെ തന്നെ വിക്രത്തിൻ്റെ കുറച്ച് പഴയ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കിട്ടി. അപ്പോൾ അതൊക്കെ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും വേദ ഇത് കണ്ട് അത്ഭുതപ്പെടുക കേട്ടോ. കാരണം ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ വിക്രത്തിൻ്റെ ആ ഒരു ഇതെല്ലാം കണ്ടപ്പോൾ പിന്നെ പെട്ടെന്ന് അവിടെ ഒരു പെട്ടി ഇരിക്കുന്നുണ്ട്. പെട്ടി തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ആൽബം പോലെ ഒരു സംഭവത്തിൽ നമ്മുടെ വിക്രത്തിൻ്റെ ഡയറികൾ, അതുപോലെ തന്നെ വിക്രത്തിൻ്റെ ഈ സർട്ടിഫിക്കറ്റ്സുകൾ, ഇതെല്ലാം ഇങ്ങനെ കൂമ്പാരം കൂട്ടി അടുക്കി വെച്ചിരിക്കുക. വേദ ഇതെല്ലാം തുറന്നു നോക്കി. അതെല്ലാം തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വേദയുടെ കിളി പോയി കേട്ടോ. വേദയ്ക്ക് അന്തം വിട്ടുപോയി. കാരണം വിക്രം ഇത്രത്തോളം കഴിവുള്ള ഒരാളായിരുന്നു എന്ന് വേദ ആ സെക്കൻഡിൽ, ആ നിമിഷത്തിലാണ് തിരിച്ചറിയുന്നത്. പഠിത്തത്തിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് കായികപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ട്രോഫികളോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകളോ ഒക്കെയാണ്, നല്ല വിദ്യാഭ്യാസം ഒക്കെയുള്ള ഒരാളാണ് നമ്മുടെ വിക്രം. ഇതൊക്കെ കണ്ട് വേദയ്ക്ക് അത്ഭുതമാണ്. ഇത് ഇത്രയും നല്ല കഴിവുകളും അല്ലെങ്കിൽ ഇത്രയും ഇതുള്ളൊരു മനുഷ്യൻ എങ്ങനെ ഒരു ഗുണ്ടയായി എന്നുള്ള ആലോചനയിലായി പിന്നെ നമ്മുടെ വിക്രം എന്ന് പറയുന്ന മനുഷ്യനെ പറ്റി അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷ അത് നമ്മുടെ വേദയ്ക്ക് വന്നു. വേദയ്ക്ക് അത് അറിഞ്ഞേ പറ്റുള്ളൂ, വിക്രം ഇങ്ങനെ ഒരു ഗുണ്ടയായി എന്നുള്ളത്. എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക അതെന്തായിരിക്കും. വിക്രത്തിൻ്റെ ആ ഒരു പഴയ ഫോട്ടോയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നമ്മുടെ വേദ ഇരിക്കുക കേട്ടോ. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ വേദ വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ശ്രീജ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ശ്രീജ ഇങ്ങനെ അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് വേദ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ഏട്ടത്തി ഞാൻ എന്തെങ്കിലും സഹായിക്കണമെന്ന് ചോദിച്ചു. വേണ്ടാന്ന് പറഞ്ഞു.
അവിടെ പോയി ഇരുന്നോളാൻ പറഞ്ഞു വേദയോട്. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞും സംസാരിച്ചും അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വേദ പതുക്കെ വിക്രത്തിൻ്റെ കാര്യങ്ങൾ ഈ ശ്രീജയോട് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ വിക്രം എവിടെ വരെ പഠിച്ചു, എന്തായിരുന്നു വിക്രം, പിന്നെ വിക്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാം ചോദിക്കുക. വിക്രം എങ്ങനെ ഇതിലേക്ക് വന്നു, ഇതൊക്കെ വളരെ കൂളായിട്ട് വളരെ ഇതായിട്ട് ഇങ്ങനെ നമ്മുടെ വേദ ചോദിക്കുക കേട്ടോ. വേദ അത് ചോദിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീജയ്ക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം പോലെ. എന്തോ ചേട്ടത്തിന്ന് ചോദിച്ചു. അന്നേരത്തേക്കും പുള്ളിക്കാരി എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറയണം. പഠിക്കാനും ഞാനിവിടെ വരുന്ന സമയത്ത്, അതായത് ശ്രീജ വരുന്ന സമയത്ത് വിക്രം നല്ല ഒരു ആളായിരുന്നു എന്നും പഠിത്തത്തിന് അതുപോലെ മറ്റു കാര്യങ്ങൾക്ക് എല്ലാം തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരാളായിരുന്നു എന്നും അങ്ങനെ എല്ലാവർക്കും പ്രിയപ്പെട്ട മകനായിരുന്നു എന്നും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇതൊക്കെ കേട്ടു നമ്മുടെ വേദ. അത് കഴിഞ്ഞ് പിന്നെ എന്താ സംഭവിച്ചതെന്ന് വേദ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീജ പെട്ടെന്ന് അതങ്ങ് സ്റ്റോപ്പാക്കി. എന്തു പറ്റി ഏട്ടത്തി, എന്താ സംഭവിച്ചതിന് പറയാൻ പറ്റാത്തത് വല്ലതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ അതല്ലാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീജ വിവരങ്ങളെല്ലാം ഈ നമ്മുടെ വേദയോട് പറയാനൊക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങുന്നു. എന്തായാലും വിക്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞു കഴിയുമ്പോൾ വിക്രത്തെ സ്നേഹിച്ച് തുടങ്ങുകയും വിക്രത്തിനെ ആ പഴയ മനുഷ്യനാക്കി മാറ്റിയെടുക്കാനായിട്ട് നമ്മുടെ വേദ ശ്രമിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇനി അങ്ങോട്ടേക്ക് വളരെ ട്വിസ്റ്റോട് കൂടിയും കഥ വേറൊരു വഴിത്തിരിവിലേക്കും ഒക്കെ ആയിട്ടാണ് നമ്മുടെ പവിത്രത്തിൻ്റെ എപ്പിസോഡുകൾ വരാനിരിക്കുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.